ഈ ചോദ്യങ്ങൾ ഉയർന്നു വരും. കാരണം നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിൽ നിൽക്കുമ്പോൾ, കാരണം കേരളത്തിലെ UDF ഒരു പഴയ UDF അല്ല. അത് ഈ പറയുന്ന VD സതീശിന്റെ ഒക്കെ പത്രസമ്മേളനങ്ങൾ കണ്ടാൽ നമുക്കറിയാലോ, പഴയൊരു UDF അല്ല. അവര് CPM-ന്റെ ഈ പറയുന്ന വർക്ക് ബുക്കിന്ന് പല പാഠങ്ങളും പാർത്തിയിട്ടാണ്. ഇന്നിപ്പോ ഏതാണ് നുണ ബോംബുമായിട്ട് ബോംബ് പൊട്ടിയതാണല്ലോ. ഇപ്പൊ ഈ പറയുന്ന പാനൂരിൽ ബോംബ് പൊട്ടിയതാണ്. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവിന്റെ വിശേഷം നുണ ബോംബുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന സ്ഥാനാർത്ഥി എന്നാണ്. കാരണം അതേ നാണയത്തിൽ കൊടുക്കുന്ന ഒരു പണി കോൺഗ്രസ്സുകാർ തുടങ്ങിയിട്ടുണ്ട്. മിലിറ്റന്റ് ആയ ഒരു രാഷ്ട്രീയം കോൺഗ്രസ്സുകാർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യമൊക്കെ എനിക്ക് വടകര അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ജയരാജൻ പൊള്ളുകയും ഇത്ര മോശമായിട്ട് അതാണ് വെണ്ണപ്പാളി സ്ത്രീകൾ ഷാഫിയോട് അതാണ് അത് ഇവർക്ക് എന്തു ചെയ്യാം? അതിനെക്കുറിച്ച് KK ശൈലജ എന്താ പറഞ്ഞത്? ശ്രീമതി KK ശൈലജ പറയുന്നത് അത് ക്രീമിലാറിന്റെ മലയാള പരിഭാഷയാണെന്നാണ്. എല്ലാ മലയാള പരിഭാഷയും നിങ്ങൾ എല്ലാവർക്കും ഇവിടെയും വിശേഷണപദമായിട്ട് ഉപയോഗിക്കുമോ? കാരണം അവരുടെ അധ്യാപികയാണല്ലോ. എനിക്കറിയാവുന്ന മലയാളത്തിൽ അങ്ങനെ നിങ്ങൾ നാട്ടിലെ എല്ലാ പരിഭാഷയും ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ നേരവും എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നിട്ട് എഴുതിയിരിക്കുന്നു. അതാണ് രമ പറഞ്ഞ മറുപടിയില്ലേ, സ്ത്രീകൾക്ക് എന്താ ഇതാ പണി? അതാണ് ഈ പറയുന്ന ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു അധിക്ഷേപമല്ലേ അത്? സ്ത്രീകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപം, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള അധിക്ഷേപം. ഇത് നടത്തിയതാരാ? ജയരാജൻ. എന്തുകൊണ്ടാ ജയരാജന്റെ ചോരുക്ക് കഴിഞ്ഞ തവണ വടകര 2009 മുതൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് CPM. അതിന്റെ ചൊരുക്കാണ് ഇതിന്റെയൊക്കെ അടിയിൽ കിടക്കുന്ന പ്രശ്നം. 2008 അതിനു മുമ്പ് വരെ കുത്തകയാക്കി വെച്ച ചന്ദ്രശേഖരൻ പുറത്തിറങ്ങിയ ദിവസം മുതൽ 2008 ചന്ദ്രശേഖരനും സംഘവും പുറത്തിറങ്ങുന്നത്. അന്ന് മുതൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ പോയി മത്സരിച്ചിട്ടുണ്ട്? ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ തവണ വടകര വീണ്ടെടുക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകളാണ് അവിടെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. എന്ത് വില കൊടുത്തും ഈ പറയുന്ന വടകര പിടിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന. 2009 തോറ്റു, 2014 തോറ്റു, 2019 തോറ്റു. ഇപ്പൊ 2019 ജയരാജൻ മത്സരിച്ചത്. ജയരാജൻ പോയാൽ പിന്നെ ഒരു രക്ഷയുമില്ല. കാരണം കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള ഒരു CPM നേതാവാണ് ജയരാജൻ എന്നാണ് നമ്മുടെ ടെലിവിഷൻ ജേർണലിസ്റ്റുകൾ അവരെ വിചാരിക്കുന്നത്. കണ്ണൂരുകാരനായതുകൊണ്ട് എനിക്കെന്തായിരുന്നാലും അത്തരം കാട്ടുകഥകൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. എത്ര മോശമായിട്ടാണ് തോറ്റത്? 1,00,000-നടുത്ത് വോട്ടിനാണ് തോറ്റത്. എന്നിട്ട് ഇപ്പോ ഇത് കഴിഞ്ഞിട്ടാണ് ശ്രീമതി KK ശൈലജ എന്ന് പറയുന്ന, അതാണ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത്തവണ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത്? ഒരു ഭാവി മുഖ്യമന്ത്രിയാണെങ്കിൽ ഒരു പാർട്ടി, ലോകത്തെ ഏതെങ്കിലും അങ്ങനെ ഒരു പാർട്ടി ചെയ്യുമോ മാഷെ? കാരശ്ശേരി മാഷോട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്യോ? ഒരു പാർട്ടി അതിന്റെ ഭാവി മുഖ്യമന്ത്രിയായി കാണുന്ന ഒരാളെ ജയിച്ച് MLA ആയിട്ട് മന്ത്രിയാകാൻ പോകുമ്പോൾ അങ്ങനെ ഇയാൾ മന്ത്രിയാവേണ്ട അടി ഇരിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണോ ആ പാർട്ടിയുടെ നേതൃത്വം ചെയ്യുക? അപ്പൊ ഇങ്ങനെ ഒരുപാട് കഥകൾ ഉണ്ടാക്കി തീർക്കുകയും ഈ പറയുന്ന KK ശൈലജ എന്ന് പറയുന്ന ശ്രീമതി KK ശൈലജ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വടകരയിൽ വെള്ളം കുടിക്കുകയാണ്. തോൽക്കാനാണ് വലിയ സാധ്യത തെളിഞ്ഞു വരുന്നത്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ നടത്തുന്ന സർവേയിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാല്, ആദ്യമേ നിങ്ങൾ ചില KK ശൈലജ ടീച്ചർ ആണെങ്കിൽ പിന്നെ അപ്പീലില്ല എന്നും മറ്റുള്ള ചില ഒരു തരത്തിലുള്ള മുൻവിധിയുടെ പുറത്താണ് പലരും അങ്ങനെ തുടങ്ങുമല്ലോ. മുൻവിധികളുടെ പുറത്താ തുടങ്ങുക. ആലത്തൂർ ഇത് തന്നെയാണ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രമ്യ ഹരിദാസിന്റെ പ്രശ്നം എന്താണ്? ആലത്തൂർ CPM-ൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ളതാണ്. 5 വർഷം ആ സ്ത്രീക്ക് സ്വൈര്യം കൊടുത്തിട്ടില്ല. 5 വർഷം. നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കറും മാഷും പറഞ്ഞ കാര്യമാണ്. 5 വർഷമായിട്ട് ആ സ്ത്രീക്ക് ഇപ്പോൾ സ്വൈര്യം കൊടുക്കുന്നില്ല. അതിനാണ് രാധാകൃഷ്ണൻ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. വളരെ ക്ലീൻ ഇമേജ് എന്നൊക്കെ പറയുന്നു. പറഞ്ഞാൽ കൊടിസുനിക്കും സംഘത്തിനും വിയ്യൂർ ജയിലിൽ പോയപ്പോൾ അവിടെ നിന്ന് നടയടി കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പിൽ പോയിട്ട് ഈ രാധാകൃഷ്ണൻ ഉണ്ടാക്കിയ യുദ്ധം നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അരുൾ അനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണ് എന്ന് ഗുരു ശ്രീനാരായണൻ പറഞ്ഞിട്ടുണ്ട്. നവോത്ഥാന സദസ്സ് നടത്തുകയും നവോത്ഥാനത്തിന്റെ പേരിൽ പ്രസംഗിക്കുകയും നടന്ന പോരാ. അരുൾ അനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണ് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞു വെച്ചത്. അനുകമ്പയും അലിവും ഇല്ലാത്തൊരു പാർട്ടിയും അതിന്റെ നേതൃത്വം. അതാണ് പറയുന്നത്. കുഞ്ഞനന്തൻ മഹാനാണെന്ന് പറയുന്നുണ്ട് ശ്രീമതി KK ശൈലജ. അതാണ് ബോംബ് സ്ഫോടനത്തെ കുറിച്ച് എന്താ പറയുന്നത്? ചെറുപ്പക്കാരുടെ എന്തോര ആവേശം കണ്ടു കഴിഞ്ഞാൽ അതാണ് ഞാൻ ഈ മാഷോടൊക്കെ ചോദിക്കുന്ന. മാഷൊക്കെ വളരെ കാലം എത്രയോ തലമുറകളെ വിദ്യാഭ്യാസം ജീവിച്ചുള്ള ആദരണീയനായ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തൊക്കെ നേരിട്ടിട്ടുള്ള എത്ര സൈബർ അറ്റാക്കുകൾ ഉള്ളത്, എന്തൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഈ CPM അതിനെക്കുറിച്ച് പറഞ്ഞത്. കടന്നലുകളാണ്. കാട്ടുകടന്നൽ എന്നൊക്കെ പറയുന്ന പ്രസിദ്ധമായ ഇടതുപക്ഷ നോവല്, അതിനൊരു സൈദ്ധാന്തികനുണ്ട് കോഴിക്കോട്, PhD ഒക്കെയുള്ള
ഈ സൈദ്ധാന്തികനാണ് പല ടെലിവിഷൻ ചാനൽ, അയാൾ പരസ്യമായി ന്യായീകരിക്കുകയാണ് ഇത് CPM-ന് വേണ്ടി നടക്കുന്ന ഒരു കടന്നൽ അക്രമമാണ്, കടന്നലുകൾ വിശ്രമിക്കുന്നില്ല എന്ന്. ഈ സംസ്കാരം ആരാണ് കൊണ്ടുവന്നത് എന്ന് ശ്രീമതി KK ശൈലജയുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത പത്രക്കാർ ചോദിക്കണമായിരുന്നു. ഓർഗനൈസ്ഡ് ആയിട്ട് വേറെ പാർട്ടികളിലും മനോരോഗികൾക്ക് ഒരു ക്ഷാമവും കേരളത്തിൽ, അധികം നടക്കുന്നുണ്ടാവും. പക്ഷേ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടായിട്ട് ഈ കടന്നലുകളെന്നും സൈബർ കടന്നലുകളെന്നും മറ്റു പേരിട്ടിട്ട് അതിനൊരുത്തനെ നേതാവാക്കി വെച്ചിട്ട് ഒരു MLA നേതാവാക്കി വെച്ചിട്ട് അതിന്റെ പണം ചെലവഴിച്ചിട്ട് ആസൂത്രിതമായിട്ട് കേരളത്തിൽ ഈ പണി തുടങ്ങി വെച്ച പാർട്ടി, നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയും CPM-ആണ്. അതിന്റെ ഭാഗമായിട്ട് KK ശൈലജ മാത്രമല്ല, ഷാഫി പറമ്പിലും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കിരാതമായ സൈബർ ആക്രമണമാണ്. അയാൾ അർഹിക്കാതെ സൈബർ ആക്രമണമാണ്. അപ്പൊ അതൊക്കെ നടക്കുന്നതിന്റെ നടുവില് ഞാൻ മാത്രം ഒരു ഇരയാണ് സൈബർ ആക്രമണത്തിന്റെ എന്ന് ഈ സ്ഥാനാർത്ഥി വന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കണ്ണ് നനയില്ല. എന്റെ കണ്ണ് നനയണമെങ്കിൽ അത് ശ്രീനാരായണൻ പറഞ്ഞ സ്ഥലത്ത് വെച്ച് നനയുള്ളൂ. അരുൾ അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് എന്നുള്ളത് ഈ ഹൃദിസ്ഥമാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അലിവും അനുകമ്പയുമുള്ള ഒരു പാർട്ടിക്ക് ശ്രീമതി KK ശൈലജയ്ക്ക് അതില്ല. സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, KK രമ നിയമസഭക്കകത്തും ആക്രമിക്കപ്പെട്ടിട്ട് പിന്നീട് ഒരു സൈബർ ലിഞ്ചിങ് നടത്തിയിട്ട് അതിൽ MLA-മാർ വരെ പങ്കുവഹിച്ചിട്ട് തെറ്റാണ് എന്ന് പറയാൻ KK ശൈലജ എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് എന്തായിരുന്നു തടസ്സം? ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് കുട്ടിയുണ്ട്. ഈ കുട്ടികൾ കേരളത്തിലെ ഒരു ശുദ്ധമായ കേരളത്തിൽ ജീവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇത്രയൊക്കെ വയസ്സായി. ഇപ്പൊ അടുത്ത ദിവസം ഒരു ടെലിവിഷൻ ചർച്ചയ്ക്ക് ശേഷം എന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ പറയണം. നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ, നമ്മുടെ ഈ പത്രസമ്മേളനത്തിൽ ഇരിക്കുന്ന പത്രപ്രവർത്തകർ ഇത് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് സൈബർ കടത്തൽ കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു കൂട്ടത്തെ വളർത്തിയെടുത്തിട്ട് ഈ അക്രമം ഒരു സംസ്കാരമാക്കി മാറ്റിയിട്ട് അതിന്റെ പേരിൽ അഭിമാന വിജൃംഭിതരായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി നടന്നത് എങ്ങനെയെന്ന് ചോദിക്കണം. അതിന്റെ ഭാഗമായിട്ട് സിന്ധുവിന്റെ പേര് പറഞ്ഞു, അഖില നന്ദകുമാറിന്റെ പേര് പറഞ്ഞു, നിഷ പുരുഷോത്തമന്റെ പേര് പറഞ്ഞു. ഇതൊക്കെ സ്ത്രീകളുടെ പേരാണ്. പുരുഷന്മാരായിട്ടുള്ള ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രസാദിന്റെ പേര് പറയാം. എനിക്ക് അയാൾ സ്റ്റുഡന്റ് ആയിരിക്കും പറയുന്നതാണ്, കണ്ണൂർക്കാരനുമാണ്. അയാളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അക്രമം, അയാൾ ഇപ്പോഴും ഈ രംഗത്തുണ്ടല്ലോ, വേറൊരു ചാനലിലാണെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അക്രമമുണ്ട്. ഇത് സംസ്കാരമാണെന്ന് അവർ പറയുന്നെങ്കിൽ, ഇത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നെങ്കിൽ, ഇത് രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല സ്നേഹിതന്മാരെ, ഇത് അരാഷ്ട്രീയത പോലുമല്ല. അതിനപ്പുറം ഇതിന് ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, ഇത് ഫാസിസമാണ്.